നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നു ഇന്നത്തെ ദിനത്തെ ശുഭാശുഭ ഫലങ്ങളും ശുഭമുഹൂർത്തങ്ങളും. ഇന്നത്തെ ദിവസം വരുന്നത് 1201 മിഥുനമാസം 22-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 7-ാം തീയതി. ഇന്ന് ദിനം മംഗളവാരമാകുന്നു, ചൊവ്വാഴ്ചയാകുന്നു. ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള സമയം, ആ 1.5 മണിക്കൂർ ദൈർഘ്യം നാം ഒന്നും അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:12, അസ്തമയം വൈകിട്ട് 6:48. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. സപ്തമി ദുർബലമായ തിഥിയാണ്, ചന്ദ്രൻ ദുർബലമായി വരികയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:15 വരെയാണ് സപ്തമി. അത് കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിലെ അഷ്ടമി. കറുത്തപക്ഷത്തിലെ അഷ്ടമിയും വളരെ ദുർബലമാണ്. പക്ഷേ വിവാഹത്തിന് മാത്രം കറുത്തപക്ഷത്തിലെ അഷ്ടമിയെ നാം സ്വീകരിക്കാറുണ്ട്. ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നല്ലൊരു നക്ഷത്രമാണ്. അത് ഉത്രത്രയത്തിൽ പെടുന്നു. സ്വാഭാവികമായും ഉത്രത്രയം എന്നാൽ ഞാൻ പറയുക ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി നക്ഷത്രങ്ങളാണ്. പക്ഷേ ഉത്രത്രയത്തിൽ 9 നക്ഷത്രങ്ങൾ വരാറുണ്ട്. ഉത്രമൊത്തം ചിത്ര, ഉത്രാടം തിരുവോണമാവിട്ടം, ഉത്രട്ടാതി രേവതി, അശ്വതി. അതിനാൽ എല്ലാ ശുഭമുഹൂർത്തങ്ങൾക്കും നാളത്തെ നക്ഷത്രം അനുകൂലമാണ്. തിഥിയും പ്രായേണ ബലം കുറവാണെങ്കിലും കറുത്തപക്ഷത്തിലെ സപ്തമിയാണെങ്കിലും വലിയ ദോഷമില്ല. പക്ഷേ ചൊവ്വാഴ്ച പലരും മടിക്കും. പക്ഷേ ഭൂമിപരമായ ക്രയവിക്രയങ്ങൾക്കൊക്കെ തന്നെ ചൊവ്വാഴ്ച വളരെ അനുകൂലമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചൊവ്വ ഭൂമികാരകനാണ്. ഇന്നത്തെ ശുഭമുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാലത്ത് 11:15 മുതൽ 12:15 വരെയുള്ള സമയം. എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ്. ഇന്നത്തെ പ്രാർത്ഥന എന്താണ്? ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഉത്രട്ടാതിയാണ്. ഹനുമാൻ സ്വാമിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ ഓം ഹം ഹനുമതയെ നമഃ എന്ന പ്രാർത്ഥന, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവിൽ നിവേദ്യം, ഗത ഒപ്പിക്കൽ, അപ്രകാരം തന്നെ ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് അറിയുക. അപ്രകാരം തന്നെ ശനീശ്വരന്, അയ്യപ്പൻ്റെ ശാസ്താവ് അല്ലെങ്കിൽ ഹനുമാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ ഗുണമാണ്. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ശനീശ്വരൻ ഞാൻ പറയുന്നത്? ഉത്രട്ടാതി നക്ഷത്രമാണ്. നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു? ശനീശ്വരനാകുന്നു. പൂയം, മനിടം, ഉത്രട്ടാതി ഈ 3 നക്ഷത്രങ്ങളെയും ഭരിക്കുന്ന ഗ്രഹം ശനിയാകുന്നു. ഉത്രട്ടാതി ഒരു മുഴുനീള നക്ഷത്രമാണ് മീനൻ രാശിയിൽ. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ വരുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ, 2.25 നക്ഷത്രക്കൂട്ടങ്ങൾ വരുന്ന ഒരു സഞ്ചയമാണ് മീനം രാശി. അതിലെ മുഴുനീള നക്ഷത്രമാണ് ഉത്രട്ടാതി. പലപ്പോഴും ശനി ഭരിക്കുന്ന നക്ഷത്രമാകയാൽ പൂയം, അനിഴം, ഉത്രട്ടാതി ഈ 3 നക്ഷത്രങ്ങളും മധ്യമരജ്ജു നക്ഷത്രങ്ങളാണ്. അതിനാൽ വിവാഹ വിഷയത്തിന് പലപ്പോഴും കാലതാമസം വരുന്നതായി കാണാവുന്നതുമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.